സാഡിസം, ഈഗോ സിൻറ്റോണിക് നേച്ചർ. മറ്റുള്ളവരെ ശാരീരികമായിട്ടുള്ള പീഡനത്തിലൂടെ കണ്ടെത്തുന്ന സുഖം, അല്ലെങ്കിൽ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന സുഖം, അല്ലെങ്കിൽ വളരെ കഠിനമായ വയലൻസിലൂടെ മനുഷ്യരോടും മറ്റ് ജീവജാലങ്ങളോടും വളരെ ക്രൂരമായിട്ടുള്ള പെരുമാറ്റം. എവരിഡേ സാഡിസം ആണ് പൊതുവെ കണ്ടുവരുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അവർക്ക് സാഡിസ്റ്റിക് ബിഹേവിയർ ഉണ്ട്, സാഡിസ്റ്റിക് വ്യക്തിത്വം ആണെന്ന് തിരിച്ചറിയില്ല. എവരിഡേ ബുള്ളിയിങ്, മറ്റുള്ളവർക്ക് ദോഷം വിതയ്ക്കുന്ന ആയിട്ടുള്ള വർത്തമാനം, പെരുമാറ്റം സ്ത്രീകളുടെ ഇടയിലുണ്ട്, പുരുഷന്മാരുടെ ഇടയിലുമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ജന്മനാൽ ചില വൈകല്യമുണ്ടെന്നിരിക്കട്ടെ. പഠിക്കാനും ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പോൾ അവർക്കൊരു സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റ്, സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അംഗീകാരം, അഭിനന്ദനങ്ങൾ ലഭിക്കുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നിരാശയാണ്. മറ്റുള്ളവർക്ക് അംഗീകാരം കിട്ടുന്നു, അധികാരം കിട്ടുന്നു, നല്ല വാക്കുകൾ കേൾക്കാൻ സാധിക്കുന്നു, അപ്പോൾ അവർക്കൊത്തിരി അച്ചീവ്മെൻറ്റ്സ് കിട്ടുന്നു. ഇതൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു കേസിൽ സാഡിസ്റ്റിക് ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാം. കറുത്തിട്ടാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളുണ്ട് ജന്മനാൽ തന്നെ, അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും പോളിയോ പോലുള്ള അസുഖങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കേസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഇത്തരം മനസ്ഥിതിയുള്ളവർ പെൺകുട്ടിയോട്, അല്ലെങ്കിൽ തിരിച്ച് പുരുഷനോട്, പയ്യന്മാർ അല്ലെങ്കിൽ പെൺകുട്ടിയോട് തിരിച്ചും മറിച്ചും സ്നേഹം നടിക്കുകയും, എങ്ങനെയും ഇവർക്ക് കുറവുകളുണ്ടല്ലോ സ്വയം, അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് അവരെ ആകൃഷ്ടരാക്കുന്ന രീതിയിലുള്ള ബാഹ്യമായ അഭിനയത്തിലൂടെ കീഴ്പ്പെടുത്തുകയും, ഇപ്പോൾ പ്രേമം നടിക്കുകയും, അപ്പോൾ തുടർന്ന് പിന്നെ പ്രേമിച്ച് അടുപ്പിച്ച് കഴിയുമ്പോൾ ശാരീരിക ബന്ധത്തിലൊക്കെ ഇവർ കൊണ്ടെത്തിക്കും. തുടർന്ന് പിന്നെ ഭയങ്കര വിഷയമാണ് പ്രേമിക്കുന്ന സമയത്തും തുടർന്ന് വിവാഹാനന്തരവും ജീവിച്ചു പോകാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ പെൺകുട്ടികളുടെ ഇടയിൽ ഹിസ്റ്ററിക് പേഴ്സണാലിറ്റി വളരെ കൂടുതലാണ്. സ്ത്രീകളുടെ ഇടയിൽ, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഇടയിലാണല്ലോ ഹിസ്റ്ററിക് പേഴ്സണാലിറ്റി വളരെ കൂടുതൽ. ആണുങ്ങളിലില്ല എന്നുള്ളതല്ല. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ഹിസ്റ്ററിക് ആയിട്ടുള്ളൊരു വ്യക്തിത്വമുള്ളൊരു പെൺകുട്ടിയും സാഡിസ്റ്റിക് ആയിട്ടുള്ള മനസ്ഥിതിയുള്ള ഒരു പയ്യനും തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അറിയുന്നുണ്ടോ ഇത്രമാത്രം കഠിനമായ മാനസികമായിട്ടുള്ള വിഷയത്തിലൂടെ കടന്നു പോവുകയാണ്, അത് വലിയ അപകടം തന്നെയാണ്. പ്രേമിക്കുന്ന പോലെ അല്ലല്ലോ തുടർന്ന് വിവാഹ ജീവിതം. അതുകൊണ്ട് വളരെ ഇന്ന് സൂക്ഷിക്കണം. കാരണം ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ആർക്കും ആരെയും പെട്ടെന്ന് വീഴ്ത്താൻ, ഉൾക്കൊള്ളിക്കാൻ, അവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ ഇന്ന് വളരെ നോർമലായിട്ട് കാണുന്നുണ്ട്. സൂക്ഷിക്കുക. അപ്പോൾ എന്തായാലും ഞാനൊരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ കൊല്ലം ഐത്തല്ല മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള, കാരണം സാഡിസ്റ്റിക് ബിഹേവിയറിൽ അവർക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റില്ല. ഹിസ്റ്ററിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു പെൺകുട്ടിക്കോ മറ്റോ അവർക്കും സ്വയം തിരിച്ചറിയാൻ സാധ്യമല്ല. ജീവിതം ദുരിതവും ദുരന്തവും അപകടവുമാണ്. എന്തായാലും എൻ്റെ സേവനം നേടാം. ഞാൻ കൊല്ലം ഐത്തല്ല മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. നമുക്ക് മുഖത്തലയിലും സ്വന്തമായിട്ട് NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. 9605743596 വിളിക്കൂ, വരൂ, സേവനം നേടുക. അതുകൊണ്ട് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ അടുപ്പിക്കുന്നവർ ഒക്കെ വളരെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. വെൽക്കം.